പ്രിയമുള്ള കുട്ടികളെ, നിങ്ങളെ ഞാൻ ഇക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 4ാമത്തെ ചാപ്റ്ററിലുള്ള പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ഫ്രീക്വൻസി കർവ് എന്നുള്ള മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യും. ഓക്കെ, നമ്മൾ ഇനി പഠിക്കുന്ന ഭാഗം ഏതാണ്? ഫ്രീക്വൻസി കർവ്. ഫ്രീക്വൻസി കർവ്. ഓക്കെ, ഫ്രീക്വൻസി കർവ്. നിങ്ങൾക്കറിയാമോ, നമ്മളിപ്പോ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്? ഫ്രീക്വൻസി ഡയഗ്രം. ഫ്രീക്വൻസി ഡയഗ്രത്തിലുള്ള ഹിസ്റ്റോഗ്രാം പഠിച്ചു, ഫ്രീക്വൻസി പോളിഗൺ പഠിച്ചു. ഇനിയാണ് പഠിക്കാനുള്ളത് ഫ്രീക്വൻസി കർവും ഒജീവുമാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ ജോമെട്രിക് ഡയഗ്രത്തിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ നിങ്ങൾക്കറിയാം. ഈ ഫ്രീക്വൻസി ഡയഗ്രത്തില് ഹിസ്റ്റോഗ്രാമും ഫ്രീക്വൻസി പോളിഗണും പഠിച്ചു കഴിഞ്ഞു. ഇനി ഫ്രീക്വൻസി കർവ്. ഈ ഫ്രീക്വൻസി കർവും പോളിഗണും തമ്മിൽ ബന്ധമുണ്ട്, അതുകൊണ്ട് തന്നെ ഹിസ്റ്റോഗ്രാമും ബന്ധമുണ്ട്. അപ്പൊ നമുക്ക് അറിയാം ഫ്രീക്വൻസി പോളിഗൺ നമ്മൾ വരച്ചത് രണ്ട് രീതിയിൽ. ഒന്ന് ഫ്രീക്വൻസി പോളിഗൺ വിത്ത് ഹിസ്റ്റോഗ്രാം, രണ്ടാമത്തത് ഫ്രീക്വൻസി പോളിഗൺ വിതൗട്ട് ഹിസ്റ്റോഗ്രാം. അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് കർവും വരയ്ക്കാം. എന്താണ് ഈ ഫ്രീക്വൻസി പോളിഗണും ഫ്രീക്വൻസി കർവും തമ്മിലുള്ള വ്യത്യാസം? ഏകദേശം രണ്ടും ഒരുപോലെ തന്നെയാണ്, പക്ഷെ വ്യത്യാസം എന്താണ്? Drawing a smooth freehand curve passing through the points of the frequency polygon. ഫ്രീക്വൻസി പോളിഗന്റെ നമ്മൾ ഹിസ്റ്റോഗ്രാമിന്റെ മേലെ മിഡ് പോയിന്റിൽ നമ്മൾ പോയിന്റ് ഇട്ട് അതിൽ ഫ്രീക്വൻസി പോളിഗൺ വരച്ചിരുന്നല്ലോ. അതേ പോയിന്റിലൂടെ ഫ്രീക്വൻസി പോളിഗന്റെ അതേ പോയിന്റിലൂടെ ഫ്രീ ഹാൻഡ് കർവ്, സ്മൂത്ത് ഫ്രീ ഹാൻഡ് കർവ്, സ്കെയിൽ ഉപയോഗിക്കാതെ നമ്മൾ വെറും കൈ കൊണ്ട് വരയ്ക്കുക. അപ്പൊ സ്മൂത്ത് ഫ്രീ ഹാൻഡ് കർവാണ്, സ്ട്രെയിറ്റ് ലൈൻ അല്ല. കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞിരുന്നു നിർബന്ധമായിട്ട് സ്കെയിൽ ഉപയോഗിക്കണം പോളിഗൺ വരയ്ക്കുമ്പോൾ, കാരണം അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി കർവ് ആയി പോകും. അതുകൊണ്ടാണ് അവിടെ സ്കെയിൽ ഉപയോഗിക്കണം നിർബന്ധിച്ചത്. അറിയില്ലേ? അപ്പൊ ഇവിടെ drawing a smooth freehand curve passing through the points of the frequency polygon as closely as possible. അല്ലെ? അപ്പൊ അതേ പോയിന്റിലൂടെ തന്നെയാണ് ക്ലോസ് ആയിട്ട് അതിന്റെ ഏകദേശം അടുത്തുകൂടെ അങ്ങനെ നമ്മൾ കർവായിട്ട് വരയ്ക്കണം. കാൾഡ് ഫ്രീക്വൻസി കർവ്. അതാണ് ഫ്രീക്വൻസി കർവ്. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി കർവ് രണ്ട് രീതിയിൽ വരയ്ക്കാം. പോളിഗൺ വരച്ച പോലെ അല്ലേ? ഏതൊക്കെയാണ്? യെസ്, ടു ടൈപ്സ്. ഫ്രീക്വൻസി പോളിഗൺ വരച്ചിരുന്നു. അതേ രീതിയിൽ the polygon can be constructed with histogram and the polygon can be constructed without histogram. Then the curve can be constructed with histogram. Then the curve can be constructed, frequency curve can be constructed without histogram. Histogram വരച്ചിട്ടും വരക്കാതെയൊക്കെ അല്ലേ? That is by plotting the frequencies of the midpoints. അല്ലേ? വിത്തൗട്ട് എങ്ങനെയാണ് വിത്തൗട്ട് ആയിട്ട് വരയ്ക്കുക? ഓരോ ഫ്രീക്വൻസി, അതായത് ക്ലാസ് ഇന്റർവെലിന്റെ മിഡ് പോയിന്റിന് നേരെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി നോക്കിയിട്ട് ആ ഫ്രീക്വൻസിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, ആ ഫ്രീക്വൻസിയുടെ ഹൈറ്റില് പോയിന്റുകൾ മാർക്ക് ചെയ്ത് ആ പോയിന്റുകളെ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ വെറും കൈകൊണ്ട് വരയ്ക്കുന്നത് ഫ്രീക്വൻസി കർവും, സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ അത് ഫ്രീക്വൻസി പോളിഗണുമാണ്. അപ്പൊ നമുക്ക് എക്സാമ്പിളിലൂടെ പരിചയപ്പെടാം. ഒരു എക്സാമ്പിൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതുന്നു, നിങ്ങളത് നോട്ട് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ചോദ്യവും നമ്മളിവിടെ നിർത്തിയാൽ ചിലപ്പോൾ നമുക്ക് വരയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ രീതിയിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ. ഓക്കെ, ഒരു ഡാറ്റ ഞാൻ എഴുതുന്നു. ഓക്കെ, ഈ എക്സ് വേരിയബിൾസിന്റെ കോളം, അതാണ് എക്സ്. എഫ് ഫ്രീക്വൻസിയുടെ കോളം. എക്സ് ആൻഡ് എഫ്. എക്സിൽ നമ്മൾ കൊടുക്കുന്നത് 5 7 5 7 7 9 9 11 11 13 13 15 15 17 17 19 19 21 21 23. ഇതാണ് നമ്മള് ക്ലാസ് കൊടുത്തിരിക്കുന്നത്, വേരിയബിൾ എക്സ് വേരിയബിൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്രീക്വൻസി 3 3 10 15 20 25 30 40 50 60 70 80 90 91 92 93 94 95 96 97 98 99 100 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158 159 160 161 162 163 164 165 166 167 168 169 170 171 172 173 174 175 176 177 178 179 180 181 182 183 184 185 186 187 188 189 190 191 192 193 194 195 196 197 198 199 100 101 102 103 104 105 106 107 178 199 100 101 102 103 1
20, 16, 12, 10. ഇതാണ് ഫ്രീക്വൻസീസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്? ഏതാണ് നമുക്ക് വരയ്ക്കേണ്ടത്? യെസ്, ഫ്രീക്വൻസി കർവ് വരയ്ക്കണം. അപ്പൊ നമുക്കിത് മൂന്ന് തമ്മിൽ ബന്ധമുണ്ട്. മൂന്നും വരച്ചു നോക്കാം. ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? OX ആൻഡ് OY ആക്സിസ് വരയ്ക്കണം. യൂസ് ദ സ്കെയിൽ. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് ഫസ്റ്റ് ഡ്രോ ദ OX ആൻഡ് OY ആക്സിസ്. ഓക്കെ, ദെൻ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങള് ഒരു OY ആക്സ്, OX ആക്സ് വരച്ചു. ഇനി OY ആക്സ് വരക്കണം. OY ആക്സും വരച്ചു. OY ആക്സ് അല്ലോ. നമുക്ക് ഹൈറ്റ് കൊടുക്കാം. യെസ്, നോക്കൂ, OX ആക്സിസ് നമ്മൾ വരച്ചു, OY ആക്സിസ് നമ്മൾ വരച്ചു. ദെൻ OY ആക്സിസിൽ നമ്മൾ വേരിയബിൾസ് ആണ് ഇവിടെ എക്സ് മാർക്കാണ് നോക്കുക. മാർക്ക് ആണെങ്കിൽ മാർക്ക്, ഹൈറ്റ് ആണെങ്കിൽ ഹൈറ്റ്, എന്താണോ വേരിയബിൾ എന്ന് വെച്ചാൽ അത് നമ്മളിവിടെ മാർക്കാണ് നോക്കുക, മാർക്ക് അല്ലെങ്കിൽ എക്സ് വേരിയബിൾ. OY ആക്സിസിൽ നമ്മൾ അടയാളപ്പെടുത്തുന്നത് അതിന്റെ ഫ്രീക്വൻസി. അപ്പൊ നമ്മളിവിടെ ഫ്രീക്വൻസി, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഏതാണ് ഫ്രീക്വൻസി, അത് ഇവിടെ മാർക്ക് ആണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഇവിടെ വേജ് ആണെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസ്, ഹൈറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പീപ്പിൾ ആഡ് ചെയ്യണം അത്. അപ്പൊ എന്താണ് ഫ്രീക്വൻസി OY ആക്സിസിലും അതിന്റെ വേരിയബിൾ OX ആക്സിസിലുമായി നമ്മൾ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ ഹിസ്റ്റോഗ്രാം വരക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും ചെറിയ ഫ്രീക്വൻസി എത്രയാണ്? 3 ആണ്. ഏറ്റവും വലുത് 25 ആണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെ കൊടുക്കാം? യെസ്, നമുക്ക് ഇങ്ങനെ കൊടുക്കാം. 5, 10, 15, 20, 25. 25 വരെ നമുക്ക് കിട്ടണം. അങ്ങനെ ഫ്രീക്വൻസി OY ആക്സിസിൽ കൊടുത്തു. ഇനി OX ആക്സിസിൽ നമ്മൾ ക്ലാസ് കൊടുക്കണം. ക്ലാസ് വളരെ ക്ലിയർ ആയിട്ട് OY ആക്സിസിൽ കൊടുക്കുക. ഇവിടെ നമ്മൾ 5, 7, 9, 11, 13, 15, 17, 19, 21, 23, 25 അങ്ങനെ കൊടുക്കാം. ഇനി ഫ്രീക്വൻസി 5, 7, 3 എന്നുള്ള ഹൈറ്റിൽ അല്ലെ, 3 എന്നുള്ള ഏകദേശം ഹൈറ്റിൽ നമ്മൾ 5, 7 അതിന്റെ ഹിസ്റ്റോഗ്രാം വരയ്ക്കാം. ഓക്കെ, 7, 9, 10 എന്നുള്ള ഹൈറ്റിൽ ഹിസ്റ്റോഗ്രാം വരയ്ക്കുക. ഒക്കെ നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, 10. ഇനി 9, 11, 15 എന്നുള്ള ഹൈറ്റിൽ വരയ്ക്കുക. ഹിസ്റ്റോഗ്രാം ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതൊക്കെ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. ഇവിടെ സ്കെയിൽ ഉപയോഗിക്കുമ്പോൾ മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. ഓക്കെ, ഇനി 11, 13 ക്ലാസ് 25 ഹൈറ്റിൽ 25 എന്നുള്ള ഹൈറ്റിലാണ് പോണ്ടത്. 25, 25, 25 എന്നുള്ള ഹൈറ്റിൽ വരയ്ക്കുക. ഇനി 13, 15, 20 ഹൈറ്റിൽ 20 ഹൈറ്റിൽ. ഓക്കെ, അടുത്തത് 16, 15, 17ന്റെ ക്ലാസ് നോക്കാം. 16 ആണ് ഇതല്ലേ, 16, 16.
ആ 16 ഹൈറ്റിൽ വരയ്ക്കുക. 15 1 16 എന്നുള്ള ഹൈറ്റിൽ. ഇനി 17 19 12 ഹൈറ്റിൽ. അടുത്തത് 19 21 10 ഹൈറ്റിൽ വരയ്ക്കുക. ഹൈറ്റിൽ വരച്ചു. 21 23 5 ഹൈറ്റിൽ. വരച്ചു. ഇങ്ങനെ നമ്മള് ഇതാണ് ഹിസ്റ്റോഗ്രാം അല്ലെ. ഹിസ്റ്റോഗ്രാം വരച്ചു. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് ഹിസ്റ്റോഗ്രാം വരച്ചതിന് ശേഷം ഹിസ്റ്റോഗ്രാം വരച്ചതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിന്റെയൊക്കെ മിഡ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുക. മിഡ് പോയിന്റ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഓരോ ഹിസ്റ്റോഗ്രാമിന്റെയും മധ്യബിന്ദു മാർക്ക് ചെയ്യും. എന്നിട്ട് ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുക. പോളിഗൺ എന്ന സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കണം. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോയിന്റുകൾ കൂട്ടി വരയ്ക്കാൻ പാടില്ല. ഓരോ പോയിന്റിൽ നിന്നും തൊട്ടടുത്ത പോയിന്റിലേക്ക് തന്നെ വരയ്ക്കണം. അപ്പൊ അതിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. എല്ലാ പോയിന്റുകളും കൂടി ഒരുമിച്ച് വരയ്ക്കാൻ കഴിയില്ല. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് വരുന്ന രീതിക്ക് ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെ സ്കെയിൽ വെച്ച് എല്ലാ പോയിന്റുകളും യോജിപ്പിക്കുന്നതാണ് പോളിഗൺ. പോളിഗണ് സ്കെയിൽ വെച്ച് യോജിപ്പിക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെ. എന്നിട്ട് നിങ്ങള് പോളിഗൺ എന്ത് ചെയ്യാ? ഒരു ക്ലാസിന്റെ അതേ വിഡ്ത്ത് 5 7ന്റെ അതേ വിഡ്ത്ത് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് അതിന്റെ മിഡ് പോയിന്റിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് എക്സ് ആക്സിസിലേക്ക് അത് യോജിപ്പിക്കുക. ഈ അറ്റം ഇവിടെ നെഗറ്റീവിലേക്ക് യോജിപ്പിച്ചു നമ്മൾ. അതേ രീതിയിലുള്ള 23 25 തൊട്ട് അപ്പുറത്തൊരു ക്ലാസ് ഉണ്ട്, വെറുതെ കിടക്കുന്നുണ്ട്. ആ ക്ലാസിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യുക OX ആക്സിൽ. അപ്പൊ OX ആക്സിൽ ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു. അത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിലും നമ്മൾ ഇതിനെ OX ആക്സുമായിട്ട് ഇതിനെ യോജിപ്പിക്കണം ഡയഗ്രത്തിന്റെ ഭംഗിക്ക് വേണ്ടി. ഓക്കെ, അപ്പൊ ഡയഗ്രാം ഒരു ബേസ് ലൈനിൽ നിന്ന് പൊങ്ങി നിൽക്കുമ്പോൾ ഡയഗ്രാം വളരെ ഭംഗിയായി നമുക്ക് കാണാൻ പറ്റും. ഇതാണ് പോളിഗൺ വിത്ത് ഹിസ്റ്റോഗ്രാം അല്ലെ. ഇനി ഫ്രീക്വൻസി കർവ് എന്നാൽ എന്താണ്? ദാറ്റ് ഈസ് എ സ്മൂത്ത് ഫ്രീ ഹാൻഡ് കർവ്. വളരെ സ്മൂത്ത് ആയിട്ട് നമ്മള് വെറും കൈ കൊണ്ട് സ്കെയിൽ ഉപയോഗിക്കാതെ വരയ്ക്കുക. അപ്പൊ അതിന്റെ നോക്കുക ഇങ്ങനെ. അപ്പൊ ഇതിൽ ഈ പോയിന്റിൽ നിന്ന് ഇതില് ഇങ്ങനെ തൊട്ട് നമുക്ക് ഇങ്ങനെ ഡോട്ടായിട്ട് ഇങ്ങനെ കൊടുത്തു. അപ്പൊ ഈ പോയിന്റിലേക്ക് തൊട്ട് താഴെ, എന്നിട്ട് മേലെ കൂടെ കുറച്ച് മേലെ കൂടെ വല്ലാതെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി അടുത്ത പോയിന്റ്, എന്നിട്ട് അടുത്ത പോയിന്റ്. ഓക്കെ, നമ്മുടെ കൈ തട്ടാൻ മഷി പോകും, അതുകൊണ്ടാണ് ഞാൻ പിടിക്കുന്നത്. എന്നിട്ട് ഇതിന്റെ അടുത്തുകൂടെ തന്നെ പോയി 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 ഇവിടെ ഒരു കർവ് ആയിട്ട് വരും. ഫ്രീക്വൻസി പോളിഗൺ മേലെ നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്, കോണായിട്ടാണ്. ഫ്രീക്വൻസി പോളിഗൺ ഇവിടെ മേലെ അറ്റത്തെത്തുമ്പോഴാണ് ഇങ്ങനെയാണ് വരുന്നത്. സ്മൂത്ത് ഫ്രീക്വൻസി കർവ് സ്കെയിലില്ലാതെ വരയ്ക്കുമ്പോ എങ്ങനെ വരുന്നത്? യെസ്, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയാണ് വരിക, കർവായിട്ടാണ് വരിക. ആ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ കർവായിട്ടാണ് വരുന്നത് കേട്ടോ. എന്നിട്ട് അടുത്ത പോയിന്റിലേക്ക് നിങ്ങൾ ഫ്രീ ഹാൻഡിലേക്ക് വരയ്ക്കുക. എന്നിട്ട് ഇവിടേക്ക് വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് ഇങ്ങനെ വരയ്ക്കുക. ഡോട്ട് ഇട്ട് ഇവിടേക്ക് വരയ്ക്കുക. ഓരോ പോയിന്റുകളും യോജിപ്പിച്ച് വരച്ച് ലാസ്റ്റ് പോയിന്റ്. ഓരോ പോയിന്റുകളിൽ എത്തുമ്പോൾ പോയിന്റുകൾ യോജിപ്പിക്കണം. പോയിന്റുകൾ അല്ലാത്ത സ്ഥലത്ത് കുറച്ച് തൊട്ടോ ജസ്റ്റ് അതിനാ ആ ഫ്രീക്വൻസി പോളിന്റെ അടുത്തുകൂടെ വരച്ചാൽ മതി, ഈ കാണുന്ന പോലെ. അപ്പൊ ഇതാണ്, ഇതിൽ 3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഈ 3 കാര്യങ്ങൾ? അത് നമ്മൾ മാർക്ക് ചെയ്യാം. ഒന്ന് ഹിസ്റ്റോഗ്രാം. പിന്നെ നമ്മൾ വരച്ച
ആ ലൈൻ അതേതാണ് ഫ്രീക്വൻസി പോളിഗൺ. പിന്നെ നമ്മള് ഡോട്ട് ഇട്ട് വരച്ചതുണ്ട്, അതാണ് ഫ്രീക്വൻസി കർവ്. ഫ്രീക്വൻസി കർവ്. അപ്പോ നിങ്ങള് ഇത് ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇപ്പൊ ഇതാണ് ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവും വിത്ത് ഹിസ്റ്റോഗ്രാം. ഇനി ഇതേ ചോദ്യത്തിൽ നമുക്ക് വിതൗട്ട് ഹിസ്റ്റോഗ്രാം ആയിട്ട്, ഹിസ്റ്റോഗ്രാം ഇല്ലാതെ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, ഹിസ്റ്റോഗ്രാം ഇല്ല. ഇത് മനസ്സിലായല്ലോ, വളരെ സിമ്പിൾ ആണ്. നേരത്തെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രയാസമില്ല, അതുകൊണ്ട് ഞാനിത് മായ്ക്കണം. എല്ലാവരും നോക്കാം. ഓക്കെ, അപ്പോ ഇതിന്റെ പ്രത്യേകത ഫ്രീക്വൻസി പോളിഗൺ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ആ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന പോയിന്റുകൾ മാത്രമേ ഉൾപ്പെടുള്ളൂ. എന്നാൽ ഫ്രീക്വൻസി കർവ് ഒരു പോയിന്റിൽ മറ്റൊരു പോയിന്റിലേക്ക് സ്മൂത്ത് കർവ് ആയിട്ടാണ് പോകുന്നത്. സോ ഫ്രീക്വൻസി കർവ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇന്റർപോളേഷൻ. അതിൽ കൂട്ടിച്ചേർക്കലുകൾ നടക്കാം. എങ്ങനെയാണ് കൂട്ടിച്ചേർക്കൽ നടക്കുക? ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. ഫ്രീക്വൻസി കർവ് ആകുമ്പോൾ എന്താണ്, നമ്മള് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വെക്കുക. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ ഫ്രീക്വൻസി പോളിഗൺ വരക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് നേരെ പോകും. അപ്പൊ ഈ പോയിന്റ് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയും. എന്നാൽ ഫ്രീക്വൻസി കർവ്, ഇത് ഫ്രീക്വൻസി പോളിഗൺ നമ്മൾ വരച്ചത്. ഫ്രീക്വൻസി കർവ് ആകുമ്പോഴോ ഇവിടെ ഇന്റർപോളേഷൻ നടത്താം നമുക്ക് വേണമെങ്കിൽ, അല്ലെ? ഇപ്പൊ ഇതില് നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്റിനെ കൂട്ടി യോജിപ്പിച്ച് ഇതിലേക്ക് ഇങ്ങനെ കർവായിട്ട് പോവാം. സോ ഫ്രീക്വൻസി കർവ് can be used for interpolation. കൂട്ടിച്ചേർക്കലുകൾ നടത്താം. എന്നാൽ സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഈ സ്ട്രെയിറ്റിൽ പോകുന്ന സ്ഥലത്ത് പോയിന്റ് ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഉൾപ്പെടും. എന്നാൽ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകണ്ടേ, വളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു ഇന്റർപോളേഷൻ സാധ്യമല്ല ഫ്രീക്വൻസി പോളിഗൺ. എന്നാൽ ഫ്രീക്വൻസി കർവ് they can used for interpolation. ഇന്റർപോളേഷൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും, കൂട്ടിച്ചേർക്കാൻ പറ്റും. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക്, നമുക്ക് വിതൗട്ട് ഹിസ്റ്റോഗ്രാം ഇല്ലാതെ എങ്ങനെ വരയ്ക്കാം. അത് നിങ്ങൾ നേരത്തെ പഠിച്ചാണ്, ഞാൻ വരക്കാതെ നിങ്ങൾക്ക് അറിയാം. എന്നാലും നമുക്ക് ജസ്റ്റ് പെട്ടെന്നൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഹിസ്റ്റോഗ്രാം ഇല്ലാതെ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഈ ഡാറ്റയുടെ മിഡ് പോയിന്റ് എം, മിഡ് പോയിന്റ് എക്സ് എന്നുള്ള ഡാറ്റയുടെ മിഡ് പോയിന്റും പിന്നെ എന്തുണ്ടാക്കണം, യെസ്, അതിന്റെ ഫ്രീക്വൻസിയും ഉണ്ടാക്കണം. അപ്പൊ നിങ്ങൾ മറ്റൊരു ഈ ഡാറ്റ എഴുതിയതിനു ശേഷം അതിന്റെ മിഡ് പോയിന്റ് ഫ്രീക്വൻസി ഉണ്ടാക്കണം. 5, 7 എന്നുള്ളതിന്റെ മിഡ് പോയിന്റ് എത്രയാണ്? 6. 7, 9ന്റെ 8, 10, 12, 14, 16, 18, 19, 21ന്റെ 20, 22. അതായത് 5, 7ന്റെ മിഡ് പോയിന്റ് ആണ്, മധ്യമാണ്. 5ന്റെയും 7ന്റെയും സെന്റർ ആണ് 6. അങ്ങനെ 6 കിട്ടുക, 5 + 7 12, 12/2 6, 7 + 9 16, 16/2 16ന്റെ പകുതി 8. ഇതിനൊക്കെ മിഡ് പോയിന്റ് ആണ് ഈ എഴുതിയത്. ഓക്കെ, അങ്ങനെ ഓരോ മിഡ് പോയിന്റുകളുണ്ട്. ഫ്രീക്വൻസി എന്നിട്ട് ഇതേ ഫ്രീക്വൻസി നിങ്ങൾ ഇട്ട് കൊടുത്താൽ 3, 10, 15, 25, 20, 16, 12, 10, 5. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ പോലെ തന്നെ OX ആക്സ് വരയ്ക്കുക. OX ആക്സ് വരയ്ക്കുക, OY ആക്സും വരയ്ക്കുക. OY ആക്സ് കളയാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരു 90 ഡിഗ്രി അളന്ന് നോക്കിയിട്ട് വരച്ചാൽ അത് നമുക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടും. OY ആക്സ് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടത്. OY ആക്സ്. അപ്പൊ OY ആക്സിൽ നമ്മൾ ഫ്രീക്വൻസിയാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പോലെ തന്നെ എഴുതുക. OY ആക്സ് ഫ്രീക്വൻസി. OX ആക്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് മിഡ് പോയിന്റ് അല്ലെങ്കിൽ വാരിയബിൾ. എന്നിട്ട് ഇവിടെ മിഡ് പോയിന്റോ അല്ലെങ്കിൽ ക്ലാസോ എഴുതാം. മിഡ് പോയിന്റ് ആണെങ്കിൽ മിഡ് പോയിന്റ് എഴുതാം, അല്ലെങ്കിൽ ക്ലാസ് എഴുതിയിട്ട് പിന്നെ അതിന്റെ മിഡ് പോയിന്റ് അടയാളപ്പെടുത്തിയാലും മതി. നമുക്ക് മിഡ് പോയിന്റ് എഴുതി നോക്കാം.
ഫസ്റ്റ് 6 6 6 എന്നുള്ളത് 6 then ഫസ്റ്റ് 6 then 8 10 12 14 16 18 20 22 24 ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഫ്രീക്വൻസി കൊടുക്കണം 5 10 15 20 25 5 10 ഇവിടെ 5 10 15 20 25 എന്നുള്ള ഫ്രീക്വൻസി നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തുക. 6ന്റെ ഹൈറ്റ് എത്രയാണ്? 3 എന്നുള്ള ഹൈറ്റിൽ നമ്മൾ അടയാളപ്പെടുത്തി. ഓക്കെ, മാർക്ക് ചെയ്തു. ഇനി 8ന്റെ ഹൈറ്റ് എത്രയാണ്? 8 10 എന്നുള്ള ലെവലിൽ നമ്മൾ 8നെ അടയാളപ്പെടുത്തും. 10 എന്നുള്ള ലെവലിൽ. ഓക്കെ, അതൊക്കെ നമ്മൾ ഒരു സുമാറ് ഇങ്ങനെ എടുത്ത് അടയാളപ്പെടുത്തുന്നു. പിന്നെ അടുത്ത 10ന്റെ ഹൈറ്റ് 15 12ന്റെ ഹൈറ്റ് 25 14ന്റെ ഹൈറ്റ് 20 14ന്റെ ഹൈറ്റ് 20 16ന്റെ ഹൈറ്റ് 16 18ന്റെ ഹൈറ്റ് 12 ഈ 18ന്റെ ഹൈറ്റ് 12 ആണ്. 12 എന്നുള്ള ഹൈറ്റിൽ എടുക്കുക. ഇനി 20ന്റെ ഹൈറ്റ് എത്രയാണ്? ഇവിടെ നോക്കുക. 20ന്റെ ഹൈറ്റ് 10 20ന്റെ ഹൈറ്റ് 10 കണ്ടില്ലേ? 20ന്റെ ഹൈറ്റ് 10 അപ്പോ 10. ഇനി 22ന്റെ ഹൈറ്റ് 5 22ന്റെ ഹൈറ്റ് എത്രയാണ്? ഇവിടെ 5 ആണ് ഫ്രീക്വൻസി. 5. ഓക്കെ, ഇത് അടയാളപ്പെടുത്തിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം? ഇത് ഫ്രീക്വൻസി പോളികൾ വരയ്ക്കുക. ഫ്രീക്വൻസി പോളികൾ ഓരോ പോയിന്റുകളും നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിച്ച് വരയ്ക്കുക. അപ്പൊ നിങ്ങൾ ഇത്ര ചെയ്യാനുള്ള സ്കെയിൽ ഉപയോഗിച്ച് യോജിപ്പിച്ച് ഓരോ പോയിന്റുകളും ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരയ്ക്കുക കേട്ടോ. സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക. പോയിന്റ് ടു പോയിന്റ്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്. അതൊരിക്കലും തന്നെ ഓരോ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഫുള്ള് നേരെയാവില്ല അല്ലെ? ഒരു പോയിന്റിൽ മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ 24ലേക്ക് യോജിപ്പിച്ചു. ഇവിടെ നമ്മൾ ഇതെന്ത് ചെയ്യാം? താഴെ എക്സ് ആക്സിലേക്ക്, രണ്ടറ്റവും എക്സ് ആക്സിലേക്ക് യോജിപ്പിക്കും. ഇവിടെ 24 എന്നുള്ള അടുത്ത മിഡ് പോയിന്റ് കൊടുക്കുന്നു. 22 കഴിഞ്ഞാൽ 24 ആവുമല്ലോ, അതിലേക്ക് കൊടുക്കുന്നു. ഇവിടെ നമ്മളത് ഇവിടെ OX ആക്സിലേക്ക് ഇവിടെയും യോജിപ്പിക്കുന്നു. ഇനി നമ്മൾ ഇതാണ് ഫ്രീക്വൻസി പോളിംഗ്. ഇനി ഫ്രീക്വൻസി കർവ് വരയ്ക്കുമ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മൾ ഡോട്ട് ഇട്ടിട്ട് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്, ആ പോയിന്റിൽ നിന്ന് പിന്നെ മേലെ തൊട്ടു മേലെ കൂടെ അടുത്ത പോയിന്റിലേക്ക്, പിന്നെ കുറച്ച് താഴെ പോയിട്ട് അടുത്ത പോയിന്റിലേക്ക്, പിന്നെ ആ ഫ്രീക്വൻസി പോളിഗണിന്റെ തൊട്ടു മേലെ ഒരുപാട് ദൂരെ കൂടെ അല്ല, അതിന് ചാരി തന്നെ പോകുന്നു, സൈഡിൽ കൂടെ പോകുന്നു, എന്നിട്ട് മേലെ പോയിട്ട് വളഞ്ഞു വരുന്നു. അത് മേലെ ഇങ്ങനെ വളഞ്ഞു വരണം, ഉണ്ടാവും ഒരു കെറുവായിട്ട് വളഞ്ഞു വരണം. ഓക്കെ, അങ്ങനെ വളഞ്ഞു വന്നതിന് ശേഷം തൊട്ട് താഴെയുള്ള പോയിന്റിലേക്ക്, പിന്നെ അതിന്റെ താഴെ കൂടെ പോയിട്ട് അടുത്ത പോയിന്റിലേക്ക്, ആ പോയിന്റിൽ കൂടെ മേലേക്ക് കുറച്ച് മേലേക്ക് കയറി അടുത്ത പോയിന്റിലേക്ക്. ഓക്കെ, ആ പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക്, ആ പോയിന്റിൽ നിന്ന് തൊട്ട് എന്ത് ചെയ്യുന്നു, അടുത്ത പോയിന്റിലേക്ക്. അങ്ങനെ ഫ്രീക്വൻസി പോളിംഗിന്റെ സൈഡിലൂടെ അതൊരു കർവായിട്ട്, സ്മൂത്ത് ഫ്രീ ഹാൻഡ് കർവായിട്ട് അത് OX ആക്സിൽ ടച്ച് ചെയ്തു. എന്നിട്ട് നമുക്ക് എഴുതാൻ എന്താണ്? ഫസ്റ്റ് നമ്മൾ വരച്ചത് ഫ്രീക്വൻസി പോളിഗൺ.
പഠിച്ചത് ഫ്രീക്വൻസി കർവ്. ഫ്രീക്വൻസി കർവ് ഡോട്ട് അല്ലേ, അപ്പൊ ഡോട്ട് തന്നെ കാണിക്കുക. ഫ്രീക്വൻസി കർവ് ഇത് നമ്മൾ ഹിസ്റ്റോഗ്രാം ഇല്ലാതെ വരച്ചു. അപ്പൊ നിങ്ങൾക്ക് രണ്ടും വരയ്ക്കുന്നത് മനസ്സിലായല്ലോ. ഇനി നിങ്ങളുടെ പുസ്തകത്തിൽ ഒരു ചോദ്യം, ഡ്രോ എ ഹിസ്റ്റോഗ്രാം ഫ്രീക്വൻസി പോളിഗൺ ആൻഡ് ഫ്രീക്വൻസി കർവ് റെപ്രസെന്റിംഗ് ദ ഫോളോയിങ് ഡാറ്റ. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഇതേ രീതിയിൽ വരച്ചെഴുതുക. വിത്ത് ഹിസ്റ്റോഗ്രാം, ഹിസ്റ്റോഗ്രാം ഇല്ലാതെ ഫ്രീക്വൻസി പോളിഗണും ഫ്രീക്വൻസി കർവും നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, ചോദ്യം കണ്ടില്ലേ, എക്സും എഫും. എക്സ് എന്ന വേരിയബിൾ തന്നിട്ടുണ്ട്. 6.5, 7.5, 7.5, 8.5, 8.5, 9.5, 9.5, 10.5, 10.5, 11.5, 11.5, 12.5, 12.5, 13.5. Frequencies തന്നിട്ടുണ്ട്. Frequencies 5, 12, 25, 48, 32, 6, 1 എന്നുള്ള ഫ്രീക്വൻസി തന്നത്. നിങ്ങൾ ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് വരയ്ക്കാതെയും വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിന്റെ ഒരു അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ട്. അസൈൻമെന്റ് നിങ്ങൾ രണ്ട് രീതിയിലും വരയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ടു ഓൾ.